അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. തിലാവത്തുൽ ഖുർആൻ പഠനം തജ്വീദോടുകൂടെ നമുക്ക് പഠിക്കാം. ആഗ്രഹമുള്ള ആളുകൾ ബന്ധപ്പെടുക 94 95 08 08 57 വാട്സപ്പ് ചെയ്യേണ്ടതാണ്. പഠിക്കാൻ ആഗ്രഹമുള്ളവർ. തജ്വീദിൻ്റെ നിയമം ഇന്ന് നമ്മൾ എടുക്കുന്നത് ഈ ക്ലാസ്സിൽ സാക്കിനായ നൂനിൻ്റെയും തൻവീരിൻ്റെയും 5 നിയമങ്ങളിൽ 4 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അൽ ഇഖ്ഫാ ആണ്. ഇഖ്ഫാഇന് 15 അക്ഷരങ്ങളുണ്ട്. ഇതാ ത സ ജ ദ ദ സ സ ഷ സോ ലോ തോ ല ഫ ഖ ക. ഈ 15 അക്ഷരങ്ങളാണ് ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾ. ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തെൻവീൻ ഫതഹ്, തെൻവീൻ കസർ, തെൻവീൻ ലൊമ്മ്, സാക്കിനായ നൂന്, ഇങ്ങനെ വരുന്ന അക്ഷരങ്ങൾക്ക് ശേഷം തെൻവീൻ ഫതഹോ, തെൻവീൻ കസർ, തെൻവീൻ ലൊമ്മ്, സാക്കിനായ നൂനിന് ശേഷം ഈ 15-ൽ പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇഖ്ഫാ ചെയ്യണം. ഈ അക്ഷരങ്ങൾ വന്നാൽ വ്യക്തമാക്കാതെ ഉച്ചരിക്കണം, ഇഖ്ഫാ ചെയ്യണം, നല്ലോണം മണിക്കണം. ഉദാഹരണം ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ ഖുർആനിലുള്ള സാക്കിനായ നൂനിൻ്റെയും തെൻവീനുകളുടെയും നിയമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നെ നമ്മൾ വീണ്ടും എടുക്കും മറ്റു നിയമങ്ങൾ. ഇനി ശ്രദ്ധിച്ചു നോക്കൂ. ഇതാ മിൻ തഹ്തിഹൽ അൻഹാർ. ഇവിടെ സാക്കിനായ നൂനിൻ്റെ ശേഷം ത എന്നാ വന്നത്. അപ്പോൾ ഇഖ്ഫാ ആണ്, ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ്. അൻഹാർ എന്നുള്ളിടത്തോ സുക്കൂനുള്ള നൂനിന് ശേഷം ഹാ വന്നു, ഇൽഹാറാണ്, മണിക്കൂല. ഇവിടെ മണിക്കും. മിൻ തഹ്തിഹൽ അൻഹാർ, കണ്ടോ ഇഖ്ഫാ. ഇനി സാഇനെ പറ്റിയിട്ട് ഫഅമ്മാ മൻ സഖുലത് മവാസീനു, ഇവിടെ കണ്ടോ സുക്കൂനുള്ള നൂനിന് ശേഷം സ എന്നാ വന്നത്. സ എന്തിൻ്റെ അക്ഷരമാണ്? ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ്. അപ്പോൾ നല്ലോണം എന്ത് ചെയ്യണം? മണിച്ച് ഓതണം. അതേപോലെ തന്നെ ജീമിനെ പറ്റി വരുന്നു. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ, ഇവിടെയാണ് നല്ലോണം എന്ത് ചെയ്യണം? മിൻ ജൂഇൻ, സ്വാക്കിനായ നൂനിൻ്റെ ശേഷം ജീമ് വന്നു. ജീമ് എന്തിൻ്റെ അക്ഷരമാണ്? ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ്. ഇനി വഖദ് ഖാബ മൻ ദസ്സാഹ, മൻ ദസ്സാഹ, സുക്കൂനുള്ള നൂനിന് ശേഷം ദാ വന്നു. ദ ഇഖ്ഫാഇൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരമാണ്. ഇനി അടുത്തത് നോക്കൂ. യതീമൻ ദാ മഖ്റബ, യതീമൻ ദാ മഖ്റബ, തൻവീൻ ഫതഹിൻ്റെ ശേഷം ദാ വന്നു. ദാ ഇഖ്ഫാ ആണ്, വ്യക്തമാക്കാതെ ഓതണം. ഖദ് അഫ്ലഹ മൻ സക്കാഹ, മൻ സക്കാഹ, സുക്കൂനുള്ള നൂനിന് ശേഷം ജാ വന്നു, നല്ലോണം മണിക്കണം. തർമീഹിം ബിഹിജാറത്തിൻ മിൻ
സിജ്ജീൽ. ഇവിടെ ഹിജാറത്തിമ്മി, ഇവിടെ നിയമം എന്താണ്? തൻവീൻ കസറിൻ്റെ ശേഷം മീമ് വന്നു. മീം എന്തിൻ്റെ അക്ഷരമാണ്? ഇത് ആമും ബിഉന്നയാണ്. മണിച്ച് മറിച്ച് ശ്രദ്ധ ചെയ്ത് ഓതണം. പിന്നെ മിൻ സിജ്ജീൽ, ഇവിടെ സുക്കൂനുള്ള നൂന് ശേഷം സീന വന്നത്. സീന് ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ്. വ്യക്തമാക്കാതെ നല്ല മണിച്ച് ഉഷാറാക്കി ഓതണം. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. വമിൻ ശർരി, സുക്കൂനുള്ള നൂന് ശേഷം സീനാണ് വന്നത്. അപ്പം എന്താണ്? ഇഖ്ഫാ ആണ്. ഗാസിഖിൻ ഇദാ വഖബ്, ഇവിടെ മണിക്കൂല. അപ്പോൾ ഗാസിഖിൻ എന്ന് മണിക്കൂല. കാരണം എന്താ? ഈ ഇൽഹാറിൻ്റെ അക്ഷരമാണ്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം, ഇത് ഇഖ്ഫാ ആണ്. വ്യക്തമാക്കാതെ നല്ല ഉഷാറാക്കി മണിച്ചോദനം. തആമുൻ ഇല്ലാ മിൻ ലരീ. തആമുൻ, ഈ എന്നുള്ളത് എന്താണ്? ഇൽഹാറാണ്, മണിക്കൂല. മിൻ ലരീ, ഇവിടെ സുക്കൂള്ള നൂന് ശേഷം ലോദാണ് വന്നത്. വ്യക്തമാക്കാതെ മണിച്ചോദനം. ഇനി കണ്ടോളൂ. ലതർകബുന്ന തബഖൻ അൻ തബഖ്. തബഖൽ അ എന്നോതൂല. കാരണം തൻവീൻ ഫത്തഹിൻ്റെ ശേഷം ആ എന്ന് വന്നു. ഐന് ഇൽഹാറാണ്, മണിക്കൂല. പിന്നെ സാക്കിനായി നൂന് ശേഷം തോ വന്നു, ഇവിടെ മണിക്കും. അൻ തബഖ്. ഇനി വലാകിൻ ളനൻതും, ഉണ്ടോ? വലാകിൻ ളനൻതും. വലാകിൻ ല, എന്തിൻ്റെ അക്ഷര? ലാ, ഇഖ്ഫാ ആണ്, മണിച്ചോദനം. ളനൻതും, സുക്കൂനുള്ള നൂനിന് ശേഷം തൂന്ന് വന്നു, താ. അപ്പോൾ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. വഹുല്ലു അസാവിറ മിൻ ഫില്ല, സുക്കൂനുള്ള നൂനിന് ശേഷം ഫാ വന്നു, ഫാ. ഇഖ്ഫാ ചെയ്യണം, മണിച്ചോദനം. പിന്നെ അടുത്ത നോക്ക്, ഇതാ. ഫമാ ലഹു മിൻ ഖുവ്വതിൻ വലാ നാസിർ. ഇവിടെ ഫമാ ലഹു മിൻ ഖു, ഇവിടെ ഇഖ്ഫാ ആണ്. ഇതാ സുക്കൂനുള്ള നൂനിന് ശേഷം ഖാഫ് വന്നു. നല്ലോണം മണിച്ച് വ്യക്തമാക്കാതെ ഓതണം. പിന്നെ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ബിഇദ്നി റബ്ബിഹിം മിൻകു, കണ്ടോ? സുക്കൂണിലെ നൂനിന് ശേഷം കൂന്ന് വന്നു, കാഫ്. അപ്പം എന്താണ്? ഇഖ്ഫാ ആണ്. അപ്പം ഇൽഹാറും ഇഖ്ഫാവും ഇഖ്ലാബും ഇത് ആമും ബിഉന്നും ഇത് ആമും ബിലാവുനും ഒക്കെ നമ്മൾ പഠിച്ചല്ലോ. അൽഹംദുലില്ലാ, അതനുസരിച്ച് ഓതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.